ഏറെ നാളായി ചിത്രം എത്തുന്നത് കാത്തിരുന്ന ആദ്യ ഷോയിലൊക്കെ തന്നെ പോയി കണ്ട പ്രേക്ഷകരുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. മലൈക്കോട്ടെ വാലിബന്റെ വിശദമായ വിശകലനത്തിനായി നമ്മൾ 1 മണിക്കൂർ മാറ്റിവെക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് ചേരുന്നുണ്ട്. പാലക്കാട് നിന്ന് എസ് വിനേഷ് കുമാറുണ്ട്, കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറുണ്ട്, കൊച്ചിയിൽ നവമി ദിനേശ് ഉണ്ട്. ഒപ്പം അതിഥിയായി ചലച്ചിത്ര നിരൂപക അനുപമ മോഹനും ചേരുന്നു. കൂടാതെ പ്രേക്ഷകർക്കും ഞങ്ങളെ വിളിച്ച് നിങ്ങളുടെ ചിത്രം കണ്ട അനുഭവം അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 0471354200. അപ്പോൾ നമുക്ക് പ്രതിനിധികളിലേക്ക് പോവുകയാണ്. ആദ്യം പാലക്കാട് നിന്ന് എസ് വിനേഷ് കുമാറാണ് ചേരുന്നത്. വിനേഷ്, ഇത് ആദ്യമേ തന്നെ ഈ ചിത്രത്തിന്റെ റെസ്പോൺസ് പ്രേക്ഷകരിൽ നമ്മളുടെ ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചിത്രം കാണുകയും ഒക്കെ ചെയ്ത ആളാണ് വിനേഷ്. ഒരു മാസ് പടം കണ്ടവർക്ക് വിഷമിക്കേണ്ടി വരും, അതേസമയം ക്ലാസ് പടമാണ് എന്ന് പറയുന്നു. സമ്മിശ്ര പ്രതികരണമാണ് നമ്മൾ ഇതുവരെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ചിത്രം കണ്ടിറങ്ങിയവരുടെ ഭാഗത്തു നിന്ന് ഉള്ള പ്രതികരണങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഒരു സമ്മിശ്ര പ്രതികരണം എന്ന് പറയാം. എങ്ങനെയുണ്ടായിരുന്നു ചിത്രം? രേണുക, ഇത് ഒരു ഫാന്റസി മാത്രമാണ്. നമ്മൾ റിയാലിറ്റിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം ഒരു റിയാലിറ്റി സിനിമ കാണുന്ന ആ ഒരു ഇതിൽ വന്ന് സിനിമ കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ഒരു ഫാന്റസി മാത്രമാണിത്. കാരണം ആദ്യം തന്നെ പറയുന്നുണ്ട്, ഇതൊരു അമർ ചിത്രകഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു നാടോടിക്കഥ ദൃശ്യവൽക്കരിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു ദൃശ്യാവിഷ്കാരം എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കും നമുക്ക് ഇതിനെ വിലയിരുത്താൻ കഴിയുള്ളൂ. പക്ഷേ ഇത് നമുക്ക് മോഹൻലാലിൻ്റെ ഒരു ഹീറോയിസം, ഒരു മാസ് എൻട്രി ഒന്നും ഈ സിനിമയ്ക്കകത്തില്ല. ഇപ്പോൾ ഇത് മോഹൻലാലിനെ കാണിക്കുന്ന ഒരു സീന് പോലും വളരെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സീനിലാണ് മോഹൻലാലിനെ കാണിക്കുന്നത് പോലും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സിനിമയാണിത്. ഇത് ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറയുന്ന സംവിധായകൻ, അദ്ദേഹം നമുക്കറിയാം, അദ്ദേഹം എടുത്തിരിക്കുന്ന കുറേ സിനിമകൾ നമുക്കറിയാം. ഇപ്പോൾ നൻപകൽ നേരത്ത് മയക്കമാണെങ്കിൽ കുറച്ചുകൂടെ റിയാലിറ്റിയാണ്, എങ്കിൽ പോലും നമുക്കതിൽ മമ്മൂട്ടി അല്ലാതെ മറ്റൊരാളെ സങ്കല്പിക്കാൻ കഴിയില്ല. അങ്ങനെ ഉള്ള ചിത്രങ്ങളെല്ലാം എടുത്തിട്ടുള്ള ഒരാളാണ് ഈ മലൈക്കോട്ടെ വാലിബൻ എടുത്തിട്ടുള്ളത്. അത് തുടക്കം മുതൽ തന്നെ അദ്ദേഹം മോഹൻലാലും എല്ലാം പറയുന്നുണ്ട്, ഇതൊരു ബാഹുബലി കാണുന്ന ലാഘവത്തോട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി തിയേറ്ററിലേക്ക് ആരും വരണ്ട എന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നതും. കാരണം ഇതിലെ ഫ്രെയിമുകളെല്ലാം തന്നെ മനോഹരമാണ്. ഇതിലെ ബീജിങ്, അതുപോലെ തന്നെ എല്ലാം തന്നെ എഡിറ്റിംഗ്, അതുപോലെ തന്നെ ഈ മധു നീലകണ്ഠൻ്റെ ക്യാമറ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കൂടെയുള്ള ലിജോയുടെ സിനിമകളെല്ലാം തന്നെ ഛായാഗ്രഹണം നടത്തുന്ന ആളുകൂടിയാണ് അദ്ദേഹം. ഇങ്ങനെയുള്ള പ്രത്യേകതകളെല്ലാം തന്നെയുണ്ട്. പക്ഷേ ഈ സിനിമ ഒരു സാധാരണ പ്രേക്ഷകനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പലപ്പോഴും കഴിയാതെ പോകുന്നു. ആ ഒരു ഇമോഷണലി കണക്റ്റ് ആവാത്ത കുറേ സീനുകളുണ്ട്, അല്ലെങ്കിൽ അത് നമ്മൾക്ക് പെട്ടെന്ന് നമുക്ക് വായിച്ചറിയാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാതെ പോകുന്ന നിരവധി സന്ദർഭങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം ഇതിലെ ഫ്രെയിമുകൾ ഒന്നും തന്നെ നമ്മൾ ഒരു കാരണവശാലും മറക്കില്ല. അത്രയും മനോഹരമായ ഫ്രെയിമുകളാണ്. ഛായാചിത്രങ്ങൾ പോലെ തന്നെയാണ് ഓരോ ഫ്രെയിമുകളും, അത്ര മനോഹരമായി തന്നെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇമോഷണലി കണക്ട് ചെയ്യുന്നതും ഈ പ്രേക്ഷകരുമായി നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുമായ സീനുകളുടെ ഒരു അഭാവം ഈ സിനിമയിൽ, പ്രത്യേകിച്ച് ഈ സാധാരണ പ്രേക്ഷകരെ ഇതിൽ നിന്ന് പിന്നോട്ട് വലിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇതൊരു ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സിനിമയെ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ സിനിമയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവും. പക്ഷേ ഇത് മോഹൻലാലിൻ്റെ സിനിമയെ അല്ല എന്ന് പറയാൻ കഴിയില്ല. മോഹൻലാലിൻ്റെ അസാധാരണമായ മെയ്വഴക്കം, അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ്, ഇതെല്ലാം തന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടതുണ്ട്. അത് പരമാവധി ഉപയോഗിക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും മോഹൻലാലിൻ്റെ സ്റ്റാർഡം പൂർണ്ണമായി ഉപയോഗിക്കുന്നതിനപ്പുറത്തേക്ക് സംവിധായകൻ്റെ ഒരു കഴിവ് പ്രകടമാക്കുന്നതാണ് സിനിമ. എന്തായാലും നമുക്കിപ്പോൾ പാലക്കാട് ഞങ്ങൾ പ്രിയ തിയേറ്ററിലാണുള്ളത്. പ്രിയ തിയേറ്ററിൽ മോഹൻലാൽ ഫാൻസിൻ്റെ പ്രതിനിധികളുണ്ട്. അതിൻ്റെ ജില്ലാ സെക്രട്ടറി സജു ജയൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. സജു, എങ്ങനെയാണ് സിനിമയെ നിങ്ങൾ വിലയിരുത്തുന്നത്? പൊതുവെ ഈ ഫാൻസിൻ്റെ ഉള്ളിൽ തന്നെ ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയല്ല എന്നുള്ളൊരു പ്രതികരണം കൂടി വരുന്നുണ്ട്. അല്ല, അത് എനിക്ക് അതിനോട് യോജിപ്പില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഫാൻസ് അസോസിയേഷനിലെ ഒരു ആളാണ്, സെക്രട്ടറി. എന്നെ സമയത്തോളം ഞാൻ ഈ സിനിമ കാണാൻ ചെല്ലുമ്പോൾ എനിക്ക് 100% ഉറപ്പായിരുന്നത് ലിജോയിൻ്റെ ഒരു പടം തന്നെയാണെന്ന്. കാരണം അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നതും അങ്ങനെയാണ്. പിന്നെ നമ്മളിതൊരു ബാഹുബലിയോ അല്ലെങ്കിൽ രാജമൗലിയുടെ സിനിമയോ അല്ലെങ്കിൽ ഒരു പുലിമുരുകനോ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ തിയേറ്ററിലോട്ട് ഒരിക്കലും പോകരുത്. കാരണം ഇതിൻ്റെ ഓരോ ഫ്രെയിമും മലയാള സിനിമയിൽ അടുത്ത കാലത്ത് ഇതുപോലത്തെ ഒരു ക്യാമറ വർക്കോ അല്ലെങ്കിൽ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു ഡയറക്ഷനോ നമുക്ക് കിട്ടിയിട്ടില്ല. ആ ഒരു കാരണം കൊണ്ട് നമുക്കിത് അഭിമാനിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. പക്ഷെ ഇത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കപ്പ് ഓഫ് ടീ എല്ലാവർക്കും പറ്റിയൊരു ചായയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇത് ലിജോ സാറിൻ്റെയോ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെയോ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് 100% ആത്മാർത്ഥമായിട്ട് പറയാം, പുറത്തിറങ്ങി വരുമ്പോൾ അവർക്ക് സന്തോഷവും. പക്ഷേ ഈ കുടുംബ പ്രേക്ഷകരെയൊക്കെ കൂടുതൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമോഷണലി കണക്ട് ആവുന്ന സീനുകൾ കുടുംബ പ്രേക്ഷകരെയൊക്കെ ഇരുത്താൻ പറ്റുന്ന ഒന്നുമില്ല. അതിനപ്പുറത്തേക്ക് ആ സംവിധായകന്റെ കൈയടക്കവും അല്ലെങ്കിൽ എഡിറ്ററുടെയും
ക്യാമറാമാൻ്റെയും എല്ലാം തന്നെ കഴിവ് തെളിയിക്കുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ കുടുംബ പ്രേക്ഷകർ എത്രത്തോളം ഈ സിനിമയോട് നീതി പുലർത്തും അല്ലെങ്കിൽ അവർക്ക് കാണാൻ കഴിയും? നമ്മൾ സന്തോഷിപ്പിക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ കിട്ടില്ല. ചെറിയ ചെറിയ സിനിമകൾ എടുത്ത് നമുക്ക് കുടുംബത്തെ കൂടെ നിർത്തി മുന്നോട്ട് പോകാൻ സാധിക്കും. നമുക്കിങ്ങനെ വലിയ സിനിമകൾ എടുക്കുമ്പോൾ അത് അതിൻ്റേതായ കുറേ തരത്തിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് നമുക്കിതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ചെറിയ പടമാണെങ്കിൽ സുഖമായിട്ട് കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. ചെറിയ കഥകൾ, ഇതിന് മുന്നേ നേര് വന്നു, അതിൻ്റെ മുന്നേ വേറെ കുറേ ചെറിയ സിനിമകൾ വന്നു, അതെല്ലാം വിജയിച്ചു പോയി. പക്ഷെ ഇത് ഒരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. ആ സിനിമ ചെയ്യുമ്പോൾ ഒരിക്കലും ഇമോഷണൽ സീൻസ് കുറച്ച് കുറഞ്ഞേക്കാം. കാരണം കൂടുതൽ ക്യാമറ വർക്കുകൾ ഉണ്ടാകും, കൂടുതൽ എഡിറ്റിംഗ്, അതിനായിരിക്കും കൂടുതൽ പ്രാധാന്യം. കാരണം അങ്ങനെയാണല്ലോ ഈ ബിഗ് ബഡ്ജറ്റ് സിനിമ ആകുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതുപോലത്തെ കുറേ പോരായ്മകൾ ഉണ്ടാവും. പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത് നമ്മളുടെ ലേബിൾ ചെയ്തതിൻ്റെ ഡയറക്ടറെ ലിജോ ജോസ് ആണ്. ലിജോ ജോസിൻ്റെ മുന്നത്തെ സിനിമകളെല്ലാം നമുക്കറിയാം. നൻപകത്ത് നേരത്ത് മയക്കമാണെങ്കിലും ശരി, മറ്റേ ജല്ലിക്കെട്ടാണെങ്കിലും ശരി, മറ്റേ അങ്കമാലി ഡയറീസ് ആണെങ്കിലും ശരി, ആമേനാണെങ്കിലും ശരി, എല്ലാത്തിലും അദ്ദേഹത്തിൻ്റെതായ ഒരു കയ്യൊപ്പ് അദ്ദേഹത്തിന്റെ സിനിമകളിലുണ്ട്. അതുപോലൊരു കയ്യൊപ്പ് ഈ സിനിമയിൽ ഉണ്ട് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ലിജോ പെല്ലിശ്ശേരിയുടെ സിനിമയാണോ ഇത് മോഹൻലാലിന്റെ സിനിമയാണോ? നിങ്ങളുടെ വിലയിരുത്തൽ എങ്ങനെ? ഇതൊരു പക്ക ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമ തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ലാലേട്ടനെ മെയിൻ കഥാപാത്രമാക്കി വെച്ചിട്ടുണ്ടെങ്കിലും കഥ പോകുന്നതൊക്കെ ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമയായിട്ട് തന്നെ പോകുന്നത്. അതിൻ്റേതായിട്ടുള്ളൊരു സ്ലോ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും കുറേയൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതന്നെ പടം LJP പടം. എന്തായാലും മലയാളത്തിൽ ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു സീക്വൻസുകൾ ഈ സിനിമയിലുണ്ട് എന്നാണ് പ്രധാനമായിട്ടും അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ സിനിമ ഇപ്പോൾ നമുക്ക് കുറച്ച് 1-2 ഷോകൾ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. ആളുകളുടെ പ്രതികരണങ്ങൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. എങ്കിൽ പോലും എത്രത്തോളം ഈ സിനിമ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങും എന്നുള്ളത് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഓരോ ഫ്രെയിമും ജനങ്ങളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന മാതിരിയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. നല്ല സീക്വൻസാണ്. എഡിറ്റിങ്ങും ഭേദപ്പെട്ട ഇത് കാഴ്ചവെച്ചിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി ഒരു തരത്തിൽ നമുക്ക് എന്താ പറയുക, അത്രയും അവിടെ മനസ്സിൽ ആഴ്ന്നിറങ്ങുന്ന മാതിരിയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അതുമാതിരി മ്യൂസിക്, പ്രശാന്ത് പിള്ളൈ ആ ഒരു സോങ്ങിൽ വളരെ കുറച്ച് മ്യൂസിക് വെച്ചിട്ട് ഒരു നല്ലൊരു പാട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജനങ്ങളുടെ മനസ്സിൽ നന്നായിട്ട് പതിഞ്ഞു നിൽക്കും. ഞാൻ ഫാൻസിൻ്റെ കൂടെ ഇരുന്ന് രാവിലെ സിനിമ കണ്ട ഒരാളാണ്. പക്ഷേ ഒരു ആദ്യ സിനിമ തുടങ്ങിയപ്പോൾ മോഹൻലാലിൻ്റെ ഒരു മാസ് എൻട്രി ഒന്നും സിനിമയ്ക്കകത്ത് ഇല്ലെങ്കിൽ പോലും മോഹൻലാലിൻ്റെ ഓരോ ഡയലോഗും വലിയ തോതിൽ ഏറ്റെടുക്കുകയായിരുന്നു പ്രേക്ഷകർ. പക്ഷേ പിന്നെ പോകുമ്പോഴത്തേക്ക് ഈ പ്രേക്ഷകരുടെ ഒരു അല്ലെങ്കിൽ ഈ ഫാൻസിൻ്റെ ഒരു അവർ മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. സാധാരണ ഈ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലിൻ്റെ ആണെങ്കിലും മമ്മൂട്ടിയുടെ ആണെങ്കിലും എല്ലാം തന്നെ വലിയ രീതിയിലുള്ളൊരു ആഘോഷം എന്നുള്ള രീതിയിലേക്ക് പോകും. പക്ഷേ പിന്നെ ഇൻ്റർവെൽ കഴിഞ്ഞതിന് ശേഷമെങ്കിലും ആ മോഹൻലാലിൻ്റെ ഒരു മാസ് ഹീറോയിസത്തിലേക്ക് തിരിച്ചു വരും എന്ന് പ്രതീക്ഷിച്ചാണ് പലരും ഇരിക്കുന്നത്, അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് നമ്മൾ കേട്ടിരുന്നു. പക്ഷേ അതിനൊത്ത് ഈ സിനിമ ഉയർന്നില്ല എന്നുള്ളൊരു വിമർശനം അവർക്കിടയിലുണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നു? മോഹൻലാൽ എന്നുള്ള നടനെ ഒരിക്കലും ഒരു മാസ് എൻട്രി കൊണ്ട് എൻട്രി ചെയ്യേണ്ട കാര്യമില്ല. ദൃശ്യം എന്ന സിനിമ തേങ്ങ പൊളിച്ച് തുടങ്ങിയതാണ് സെക്കൻഡ് പാർട്ട്. അതുപോലെ മോഹൻലാൽ അഭിനയിച്ച എല്ലാ സിനിമയും അദ്ദേഹത്തിൻ്റെ ഒരു, ഇപ്പോൾ ജോസ് പെല്ലിശ്ശേരിയുടെ പടം ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാവങ്ങൾ കൊണ്ടും അഭിനയം കൊണ്ടും തീർച്ചയായിട്ടും ഒരു ഒപ്പിട്ടിട്ടുണ്ടാവും. വളരെ നല്ല എൻ്റർടൈനറാണ്, നല്ല കോസ്റ്റ്യൂമാണ്, പഴയ കാലത്തിനെ വളരെ നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ ഫാൻസിനെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ കഴിയാത്തൊരു സിനിമ എന്നുള്ള രീതിയിലേക്കുള്ള വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫാൻസിൻ്റെ ഇടയിൽ നിന്ന് തന്നെ നമ്മൾ രാവിലെ പല ആളുകളുടെയും റിയാക്ഷൻസ് എടുത്തപ്പോഴെല്ലാം തന്നെ അത്തരത്തിലുള്ള വിമർശനം വന്നിട്ടുണ്ട്. ഒരു സാധാരണക്കാരനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ സിനിമ അപ്പോഴും മാറിയിട്ടുണ്ട്. അത് ഒരു പക്ഷേ ഈ ലിജോ പെല്ലിശ്ശേരിയുടെ ഒരു സിനിമയുടെ പ്രത്യേകതയായിട്ട് കാണാൻ പറ്റും. ഒരു ക്ലാസ് ആളുകളുടെ മാത്രം കാണാൻ തീർച്ചയായിട്ടും ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു കയ്യൊപ്പ് അതിലുണ്ട്. മോഹൻലാൽ എന്നുള്ള നടൻ അഭിനയിച്ചു എന്നുള്ളത് കൊണ്ട് അയാൾ അദ്ദേഹത്തിന്റെ ശൈലി മാറ്റിയിട്ടൊന്നുമില്ല. മോഹൻലാൽ ഏതൊരു സിനിമയിലും ആ സിനിമയിൽ ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്ന ഒരാളാണെന്ന് ഒരുപക്ഷെ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവുമായിരിക്കാം. എന്തായാലും ഇത് പിന്നെ അതുപോലെ തന്നെ ഈ സജു, ഈ ഒരു കുടുംബ പ്രേക്ഷകരെ നിർത്താൻ പറ്റുന്ന മോഹൻലാലിന് ചുറ്റും ഉള്ള കുറച്ച് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ ഒരു സ്ത്രീകൾക്ക് വലിയൊരു പ്രാധാന്യമൊന്നും സിനിമയ്ക്കകത്തില്ല. പ്രധാനമായും മോഹൻലാൽ തന്നെയാണുള്ളത്, രണ്ടാമത് ഹരീഷ് പേരടി, അങ്ങനെ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമാണുള്ളത്. ഒരു കുടുംബ പ്രേക്ഷകരെയൊക്കെ തിയേറ്ററിൽ എത്തിക്കാൻ ഉതകുന്ന രീതിയിലുള്ളൊരു സ്ത്രീ പ്രാതിനിധ്യം കൂടി സിനിമയിൽ ഇല്ല എന്നുള്ളൊരു വിമർശനത്തോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നില്ല. കാരണം നമുക്ക് സ്ഥിരം ശൈലിയുള്ള സിനിമകൾ വരുന്നത് ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് മാറ്റങ്ങൾ മലയാള സിനിമയിൽ ആവശ്യമാണ്. ഇതുപോലത്തെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ വേറൊരു നടനും ഇത്രയും ധൈര്യത്തോടെ എടുത്തിട്ട് അഭിനയിക്കാൻ തയ്യാറാവില്ല. അത് ഈ പുള്ളി അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെതായ കുറേ പോരായ്മകൾ ഉണ്ടാകും. കാരണം നമ്മുടെ
ഫീൽഡിൽ കുറേ പോരായ്മകൾ വരുന്നു സിനിമയിൽ. ആ പോരായ്മകളായിരിക്കാം ചിലപ്പോൾ കുടുംബ പ്രേക്ഷകരെ ഇതിലോട്ട് എത്തിക്കില്ല നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഷോയെ കഴിഞ്ഞിട്ടുള്ളൂ. നമുക്ക് നോൺ ഷോ മാറ്റിനി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയും കഴിഞ്ഞാൽ സെക്കൻഡ് ഷോ കഴിഞ്ഞാലും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ കുടുംബ പ്രേക്ഷകർ ഉണ്ടാവും. പക്ഷേ എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ കുടുംബ പ്രേക്ഷകർക്കും ഇത് ഇഷ്ടപ്പെടും. കുറച്ചൊരു സ്ലോ ടൈപ്പ് ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പലർക്കും ഒരു സമ്മർശ പ്രതികരണം വന്നിരിക്കുന്നത്. നെഗറ്റീവ്സ് അല്ല പറയുന്നത്, നെഗറ്റീവ്സ് വന്നു ഞാൻ പറയുന്നില്ല. ഒരു മിക്സഡ് റിവ്യൂസ് വരാനുള്ള കാരണം ഇതാണ്. പൊതുവേ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ എല്ലാ സിനിമകളും അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ഡബിൾ ബാരൽ ഇറങ്ങിയ സമയത്ത് ഏറ്റവും മോശം സിനിമ എന്ന് പറഞ്ഞ ആൾക്കാരാണ് നമ്മുടെ ആൾക്കാർ. പക്ഷേ അത് OTTയിലും മറ്റുള്ളവർക്ക് വന്ന സമയത്ത് അതുപോലത്തെ ഒരു സിനിമ ഇല്ല എന്ന് പറയുന്ന ആൾക്കാരും പിടിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും മോഹൻലാലിന്റെ സിനിമകൾ മാത്രം ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു സംവിധാനം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട്. മോഹൻലാലിന്റെ സിനിമ ഇറങ്ങി കാണുക പോലും ഇല്ലാതെ അതിപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അത്തരത്തിൽ ആ സിനിമയെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് ആ സിനിമ മുന്നോട്ട് പോകുന്നതെന്നൊന്നും മനസ്സിലാക്കാതെ അതിനെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിലുള്ള അതിരൂക്ഷമായ വിമർശനം. ആ സാധാരണ ഒരു പ്രേക്ഷകന് പൈസ കൊടുത്ത് വാങ്ങുന്ന സിനിമ കാണുന്ന ഒരാൾക്ക് വിമർശിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ഡീഗ്രേഡിങ്ങിനെ എങ്ങനെ കാണുന്നുണ്ട്? അല്ല, സിനിമ കണ്ടവർക്ക് വിമർശിക്കാം, അതിലൊരു സംശയവുമില്ല. കാണാതെ വീട്ടിലിരുന്നിട്ട് വല്ലവരുടെയും റിവ്യൂ കേട്ടിട്ട് വിമർശിക്കുന്ന കുറേ വിഭാഗമുണ്ട്. അതിന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിനെ പ്രതിരോധിക്കാനാണല്ലോ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ലേബൽ നമുക്ക് തന്നിരിക്കുന്നത്. ഞങ്ങളതിനെ കൃത്യമായിട്ട് പ്രതിരോധിക്കും, അതിലൊരു സംശയവുമില്ല. അപ്പോൾ ചോദിക്കാം, നിങ്ങളുടെ ഇടയിലും ഇതുപോലത്തെ സംഭവങ്ങൾ വരുന്നില്ലേ എന്ന്. സ്വാഭാവികമായിട്ട് എല്ലാത്തിലും ക്രിമിനലുകൾ ഉണ്ടാകാം, അതിലില്ല പറയുന്നില്ല. അതിലും ഇതുപോലെ കുറച്ചൊക്കെ ഉണ്ടാകാം. പക്ഷെ അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്ത് അതിനെ നമ്മൾ ഒരാൾക്ക് ഒരു സോഷ്യൽ മീഡിയ ഒരു പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരോട് അത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അവർക്കും അവകാശമുണ്ട്. പക്ഷെ അവർ സിനിമ കണ്ടിട്ട് നമുക്ക് അക്സെപ്റ്റ്. വിനേഷ്, ഇതിൽ മാസ് പടം പ്രതീക്ഷിച്ചവരാണ് ഏതെങ്കിലും തരത്തിൽ അത്രയും വന്നിട്ടില്ല എന്ന തരത്തിൽ ഒരു അഭിപ്രായം പറയുന്നത്. പക്ഷേ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ഇന്റർവ്യൂകൾ ഇതിന്റെ അണിയറ പ്രവർത്തകർ ഈ പടം റിലീസ് ആവുന്നതിന് മുൻപ് തന്നെ നിരവധി ഇന്റർവ്യൂ വന്നു. ഒരു ചിത്രത്തിലും ഇതൊരു മാസ് പടമാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. മോഹൻലാൽ പറഞ്ഞത് ഇത് ഏത് ജോണറിലുള്ള ചിത്രമാണ് എന്നത് ചിത്രം കണ്ടതിന് ശേഷം പ്രേക്ഷകർ തീരുമാനിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഒരു നാടോടി കഥയാണ് എന്നത് പല ഇന്റർവ്യൂവിലും മോഹൻലാൽ തന്നെ തുറന്നു പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്നത്, ഈ പേര് പോലും വളരെ വ്യത്യസ്തമായ ഒരു പേരാണ്, വളരെ വ്യത്യസ്തമായ ഒരു അപ്പിയറൻസ് ആയിരുന്നു മോഹൻലാലിന്. അപ്പോൾ അത് എന്നതായിരുന്നു എല്ലാവരും കാത്തിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മോഹൻലാലിന്റെ വ്യത്യസ്തമായ ഒരു കഥാപാത്രം, മോഹൻലാൽ വളരെയധികം ദിവസങ്ങൾ ചെലവഴിച്ച് ബുദ്ധിമുട്ടുകൾ സഹിച്ച് ചെയ്ത ചിത്രമാണ്. അപ്പോൾ മോഹൻലാലിന്റെ ആക്ടിംഗ് കണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് അവരെ എത്രമാത്രം തൃപ്തിപ്പെടുത്തും ഈ ചിത്രം? ഈ മാസ് ക്ലാസ് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതീക്ഷകളൊക്കെ മാറ്റിവെച്ചാൽ ഒരു മോഹൻലാൽ ചിത്രം എന്ന രീതിയിൽ മോഹൻലാലിന്റെ അഭിനയം കാണാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് എത്രമാത്രം തൃപ്തിപ്പെടുത്തുന്നതാണ് ഈ ചിത്രം? രേണുക, മോഹൻലാലിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അതിൽ ആരാധകർ തന്നെ രണ്ടു തരത്തിലുള്ള ആരാധകരെ ആണുള്ളത്. ഒന്ന് കടുത്ത മോഹൻലാൽ ആരാധകർ, അവർക്ക് മോഹൻലാലിന്റെ മാസ് എൻട്രി വേണം, മോഹൻലാലിന്റെ ഫൈറ്റ് സീനുകൾ വേണം, അത് ലാഗ് ചെയ്യാതെ മുന്നോട്ട് പോകണം. നമ്മൾ സാധാരണ സിനിമകളിലൊക്കെ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വന്ന സിനിമകളിലൊക്കെ നമുക്കറിയാമല്ലോ, മോഹൻലാലിന്റെ അത്തരത്തിലുള്ള ഹീറോയിസത്തെ മാത്രം ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. മറ്റൊന്ന് ഈ മോഹൻലാലിന്റെ മികച്ച കഥാപാത്രങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷേ ഇതിൽ ഫാൻസിന്റെ പക്ഷത്ത് നമുക്ക് നിൽക്കുകയാണെങ്കിൽ പൂർണ്ണമായും അവരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയായിട്ട് ഇതിനെ ഉൾപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതുവരെ വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ അനുസരിച്ചാണെങ്കിൽ, മറിച്ച് മോഹൻലാലിന്റെ മികച്ച ഒരു അഭിനയ ശേഷി പുറത്തെടുത്ത ഒരു ചിത്രമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ഒരു പച്ചപ്പും കാണാൻ കഴിയാത്ത ഫ്രെയിമാണ് ഇതിനകത്തുള്ളത്. അത് പൂർണ്ണമായും രാജസ്ഥാനിലും അതുപോലെ തന്നെ പോണ്ടിച്ചേരിയിലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. കളർ ടൂൺ ആണെങ്കിലും ആ രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയുള്ള സീക്വൻസുകളാണ് അതിലും ഉപയോഗിച്ചിട്ടുള്ളത്. ബീജിംഗ് നമുക്കറിയാം, ജല്ലിക്കെട്ടിലും ഒക്കെ അതുപോലെ തന്നെ നൻപകൽ നേരത്ത് മയക്കത്തിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ വ്യത്യസ്തമായ ബീജിംഗ് ഉപയോഗിക്കാൻ മിടുക്കനാണ് എന്തുകൊണ്ടും ലിജോ ജോസ് പെല്ലിശ്ശേരി. അത് കൃത്യമായി തന്നെ ഇതിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രത്യേകതകളെല്ലാം തന്നെയുണ്ട്. അപ്പോഴും ഇതിൽ മുഴച്ചു നിൽക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഈ സ്റ്റോറി ടെല്ലിങ്ങിലെ അപാകത എന്നുള്ള രീതിയിലേക്കുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. അതായത് ഈ പ്രേക്ഷകനുമായി നേരിട്ട് ഇമോഷണലി കണക്ട് ചെയ്യുന്ന സീനുകളില്ല എന്നുള്ളൊരു സാധനം, അത് പ്രധാനമായി. ഒപ്പം തന്നെ ഈ സ്ത്രീകളുമായി അല്ലെങ്കിൽ ഈ ഒരു കുടുംബ പ്രേക്ഷകർക്ക് കൂടുതൽ താല്പര്യം തോന്നുന്ന രീതിയിലേക്ക് സിനിമ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഉള്ള ഒരു വിമർശനം ഉയരുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ ആരാധകരെ പൂർണ്ണ അർത്ഥത്തിൽ തൃപ്തിപ്പെടുത്തുന്നില്ലെങ്കിൽ പോലും മോഹൻലാലിൻ്റെ അസാമാന്യമായ പ്രകടനം അതിൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അത് മികച്ചതായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എങ്ങനെയും ഏത് രൂപത്തിലും മാറാൻ കഴിയുന്ന ഒരു നടൻ എന്നുള്ള രീതിയിൽ ആ മോഹൻലാലിനെ നമ്മൾ ഈ ഒരു ചില സീനുകളിൽ വിലയിരുത്തുക തന്നെ വേണം.
അപ്പോഴും ഞാൻ പറയുന്നത് ഇതുപോലെ തന്നെയാണ്. ഈ കുടുംബ പ്രേക്ഷകരെയും മറ്റും ഉൾപ്പെടുത്തുന്ന രീതിയിലേക്ക് കഴിഞ്ഞില്ല. ഒപ്പം തന്നെ ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ എന്തുകൊണ്ട് ഫാൻസിന് കഴിഞ്ഞില്ല എന്നുള്ളതിൽ പ്രധാനമായി ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ അതായത് ഈ ലിജോ പെല്ലിശ്ശേരിയുടെ സ്ഥിരം പാറ്റേണിലുള്ള സീനുകളും എല്ലാം തന്നെ ഉണ്ടെങ്കിലും മോഹൻലാലിന്റെ ഹീറോയിസം ഇതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സ്റ്റാർഡം കൃത്യമായി ഇതിനകത്ത് ഉപയോഗിക്കാൻ കഴിഞ്ഞോ എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം ഇത് സംവിധായകന്റെ സിനിമ, അദ്ദേഹം കഴിഞ്ഞ മാത്രം ഷോ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇത് പ്രേക്ഷകർ എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നത് നമുക്കിനി കാത്തിരുന്ന് തന്നെ കാണേണ്ടുന്ന